12 വോൾട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടാകും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ബാറ്ററി ഞാൻ ഉയർത്തുവാണ്. നിങ്ങൾ നോക്കുക, ബാറ്ററി ഉയർത്തുന്നു. ബാറ്ററി ഊരിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു റോഡിൽ പെട്ടുപോയി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. ഒരു കാരണവശാലും പെട്ടെന്ന് പുതിയൊരു ബാറ്ററി മേടിക്കരുത്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററി ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് കഴിയും. സ്വന്തമായിട്ടൊരു വണ്ടി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററിയെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററി ലോ ചാർജിലേക്ക് ആയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് വാഹനത്തിന്റെ ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പുതിയ വാഹനങ്ങളിലും പഴയ വാഹനങ്ങളിലും ബാറ്ററി ഊരിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് നൽകുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ താക്കോൽ ഇടുന്ന ഏരിയയിലേക്ക് വരുന്നു. താക്കോൽ ഇടുന്നുണ്ട്. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഈ ബോണറ്റ് നിങ്ങൾ തുറക്കുക. അതായത് ബോണറ്റ് തുറക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോണറ്റ് തുറക്കും. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റാം, പെട്ടെന്ന് തന്നെ ബാറ്ററി റീചാർജ് ചെയ്ത് നമുക്ക് ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിന് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ബാറ്ററി അടിച്ച് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഫിറ്റ് ചെയ്ത് വാഹനം ഉപയോഗിക്കാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഈ ബാറ്ററി എന്ന് പറയുന്നത് 12 വോൾട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി. അപ്പോൾ ഈ 12 വോൾട്ടേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 സെല്ലാണുള്ളത്. 6 സെല്ലിൽ ഒരു സെല്ല് 2 വോൾട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ 12 വോൾട്ട് വോൾട്ടേജാണ് ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ബാറ്ററിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറും സൾഫ്യൂരിക് ആസിഡും അടങ്ങിയ ഒരു ലൈനെയാണ് നമ്മൾ ഈ ബാറ്ററിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ ബാറ്ററിയുടെ മുകളിലായിട്ട് 2 ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ബാറ്ററിയുടെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ടെർമിനൽ എന്ന് പറയുന്നത്. 2 ടെർമിനൽ, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും. നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ടെർമിനലിനോട് ചേർന്ന് ചെറിയൊരു മാർക്കിംഗ് കാണും. ആ മാർക്കിങ്ങിൽ മൈനസ് വരെയും അതുപോലെ തന്നെ പ്ലസും കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഏതൊക്കെ ടെർമിനലാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു ബ്ലാക്ക് കേബിൾ വന്നേക്കുന്നു. ആ ബ്ലാക്ക് കേബിൾ ഒരു ക്ലാമ്പ് വഴി ഈ ടെർമിനലിലേക്ക് അറ്റാച്ച് ചെയ്തേക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു റെഡ് കാണാം. ഇതാണ് വാഹനത്തിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് വരുന്നത് എപ്പോഴും ഇത്തരത്തിൽ ഒരു റെഡ് കേബിളായിരിക്കും. അത് ഇതുപോലെ തന്നെ ഒരു ക്ലാമ്പ് വഴി ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു റോഡിൽ പെട്ടുപോയി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ വണ്ടിക്ക് ബാറ്ററിക്ക് ചാർജുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു 10 മിനിറ്റത്തേക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു വണ്ടിയുടെ ബാറ്ററി ഒന്ന് ചോദിച്ച് മേടിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടെക്നിക്കുണ്ട്. ഇതൊന്ന് ചെയ്താൽ മതി. ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ചോദിച്ച് മേടിച്ച ബാറ്ററി തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി വേഗത്തിൽ തന്നെ റീചാർജ് ചെയ്തെടുക്കാനും കഴിയും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമുക്കൊരു 10-11 അല്ലെങ്കിൽ 10-12 ചെറിയൊരു സ്പാനർ മതി. ഈ സ്പാനർ ഉപയോഗിച്ച് ഇത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നെഗറ്റീവ് ഭാഗം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. പോസിറ്റീവ് അല്ല ഡിസ്കണക്ട് ചെയ്യേണ്ടത്, നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്യാൻ പറയുന്നത്? കാരണം നമ്മുടെ വണ്ടിയുടെ ബോഡി നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പം നമ്മൾ ആദ്യം നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവാണ് അടിക്കുന്നതെങ്കിൽ ഈ പോസിറ്റീവ് അടിച്ച് ബോഡി ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്പാനർ സെറ്റ് ഇത് അടിക്കുന്ന സമയത്ത് ബോഡി ടച്ച് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്പാർക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നെഗറ്റീവ് അടിക്കുക. അതായത് നെഗറ്റീവ് ഇത്തരത്തിൽ ഈ ഒരു സ്പാനർ സെറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിൽ നമ്മൾ നെഗറ്റീവ് അടിക്കുന്നു. ഇതുപോലെ അയഞ്ഞ് കിട്ടിയതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് അഴിക്കുക. അതായത് ഇതുപോലെ പോസിറ്റീവ് സൈഡ് അഴിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെർമിനലിൽ നിന്ന് നമ്മൾ ഈ ക്ലാമ്പ് മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പം നിലവിൽ നമുക്ക് ചാർജ് ഇല്ലാത്ത ഈ ബാറ്ററി ആണ് ഉള്ളത്. ഇനി ഞാൻ ഈ ബാറ്ററി ഇവിടുന്ന് മാറ്റുകയാണ്.
മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ചാർജുള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ആ ബാറ്ററി, അല്ലെങ്കിൽ അടുത്തൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ബാറ്ററി നമ്മളൊന്ന് ചോദിക്കുക. എന്നിട്ട് ആ ബാറ്ററി എടുത്ത്, ചാർജുള്ള ബാറ്ററി എടുത്ത് ഇതുപോലെ പ്രോപ്പറായിട്ട് നെഗറ്റീവും പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതുകൊണ്ട് ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇപ്പോൾ ഇത് ചാർജുള്ള ബാറ്ററിയാണ്. ആദ്യം നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഇതുപോലെ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് ഇതുപോലെ സ്പാനർ വെച്ച് നമ്മളിതൊന്ന് താഴോട്ട് അടിച്ച് ടൈറ്റ് ചെയ്യുക. ശേഷം നമ്മൾ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളിത് മുറുക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പോസിറ്റീവ് വശവും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് കണക്ഷനും ഡിസ്കണക്ട് ചെയ്ത് ഈ ബാറ്ററി, ചാർജുള്ള ബാറ്ററി ഊരിയെടുത്തിട്ട് ഈ ചാർജ് ഇല്ലാത്ത ബാറ്ററി നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെക്കും. അപ്പോൾ വണ്ടിയുടെ ചാർജ് ഇല്ലാത്ത ബാറ്ററി ഓൾറെഡി ചാർജ് ആകും. വണ്ടിയുടെ ഗിയർ ഞാൻ ജസ്റ്റ് ന്യൂട്രലാക്കുന്നു. ശേഷം ഞാൻ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതേ വണ്ടിയുടെ താക്കോല്, ഇഗ്നിഷൻ ഇടുന്ന ഏരിയകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാഹനം സ്റ്റാർട്ടായി. ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇടുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇവിടെ ഈ ബാറ്ററിയുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പച്ച കളർ കാണാം. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ബാറ്ററി നല്ല ചാർജുള്ള ബാറ്ററി ആണെന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്കൊരു വെള്ള നിറമാണ് കാണാനായിട്ട് സാധിക്കുന്നതെങ്കിൽ ചാർജ് കുറവുണ്ട്, ചാർജ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേഷനാണ് അകത്ത് കാണിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക ബാറ്ററി തീർത്തും ലോ ആയിട്ടുണ്ട്, അതിന് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി ഞാൻ വാഹനത്തിന് സ്റ്റാർട്ടിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് ടെർമിനൽ ഇവിടുന്ന് അഴിച്ച് സൈഡിലേക്ക് മാറ്റി സേഫായിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലും സ്റ്റാർട്ടിങ്ങിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അഴിച്ച് ബോഡിയിലെങ്ങും ഒരിടത്തും ടച്ച് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഇത് സേഫായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ബാറ്ററി ഞാൻ ഉയർത്തുകയാണ്. നിങ്ങൾ നോക്കുക, ബാറ്ററി ഉയർത്തുന്നു. അപ്പം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഊരിക്കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മുടെ ചാർജ് ഇല്ലാത്ത ബാറ്ററി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നു. ഓക്കെ, ചേർത്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ പോസിറ്റീവ് വശം നമ്മളിങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നെഗറ്റീവ് വശവും നമ്മൾ പ്രോപ്പറായിട്ട് ചേർത്ത് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളിത് മുറുക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ പോസിറ്റീവ് സൈഡും മുറുക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് ഉപയോഗിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരുവത്തിലേക്ക് വണ്ടിയുടെ ബാറ്ററി ചാർജ് ആവും. പെട്ടെന്നൊന്ന് ഓഫായി കഴിഞ്ഞാലും നമുക്ക് പിന്നീട് ഈ ചാർജ് കുറവുള്ള ബാറ്ററി വെച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പൂർണ്ണമായിട്ട് നമുക്ക് ചാർജ് ആകില്ല. പിന്നെ വാഹനം നിരന്തരം ഓടിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ബാറ്ററി റീചാർജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം പരീക്ഷിക്കാം. ഇനി ചാർജ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഴിച്ച് നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്യുന്ന കടയിൽ കൊടുത്ത് ബാറ്ററി ചാർജ് ആക്കുന്നതാണ് നല്ലത്. പിന്നെ നിരന്തരമായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ആയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ബാറ്ററി റീപ്ലേസ് ചെയ്ത് പുതിയൊരു ബാറ്ററിയിലേക്ക് പോയാൽ മതി. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു 6 മാസം കൂടുമ്പോഴും നമ്മൾ കൃത്യമായിട്ടും ഈ ബാറ്ററിയുടെ സെല്ല് ഓപ്പൺ ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ റീഫില്ല് ചെയ്ത് കൊടുക്കണം. സാധാരണ ബാറ്ററിയിൽ ഫില്ല് ചെയ്യുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. 25 രൂപയേ ഉള്ളൂ ഡിസ്റ്റിൽഡ് വാട്ടറിന്. നിങ്ങൾക്ക് അത് മേടിച്ച് കൃത്യമായിട്ട് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് 2 വണ്ടി അടുപ്പിച്ചിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ്. അതായത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് നല്ല രീതിയിലുണ്ടെന്ന് നിങ്ങൾ കരുതുക. ഈ വണ്ടിക്ക് ബാറ്ററി ചാർജ് നല്ല രീതിയിലുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും പോയി. അപ്പോൾ എങ്ങനെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം? ഒരു ജം സ്റ്റാർട്ട് കേബിൾ ഉപയോഗിച്ച് ഈ വണ്ടിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മളിങ്ങനെ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്യുന്നു. ആ സെയിം കേബിളിൻ്റെ മറ്റൊരറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് ടെർമിനലും നമ്മൾ കണക്ട് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനത്തിൻ്റെ, അതായത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററിയുടെ ഒരു ടെർമിനലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ക്ലിപ്പ്, നമ്മളൊരു ജം സ്റ്റാർട്ട് ക്ലിപ്പ് അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നു. ആ ക്ലിപ്പിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് വണ്ടിയുടെ ബോഡി ഏരിയയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യും. അതായത് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാതെ ബോഡി ഏരിയയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യും. നമ്മൾ ടെർമിനലിൽ കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോഡി ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഓഫായി കിടക്കുന്ന ഈ വണ്ടി, അതായത് ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും കുറഞ്ഞ ഈ വാഹനം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒരു
ഒരു പുതിയ ബാറ്ററി മേടിച്ചു കഴിഞ്ഞാൽ 3 കൊല്ലമൊക്കെ നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാറ്ററിയുടെ ആയുസ് സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഇതിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യമുണ്ട്. ഒരു കാരണവശാലും വണ്ടിയിൽ കയറിയിരുന്ന് താക്കോല് ചുമ്മാ ഓൺ ചെയ്തിട്ട് AC ഓണാക്കുക, അതുപോലെ തന്നെ പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതായത് ഒരുപാട് സമയം ഇത് നമ്മൾ ദിവസങ്ങളോളം ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് വളരെ വേഗത്തിൽ തീരും, ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പാട്ട് കേൾക്കണം, AC ഇടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പം ബാറ്ററി ഓൾറെഡി റീചാർജ് ആയിക്കോളും. അപ്പോൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ ടൈമിൽ ബാറ്ററി നിങ്ങൾ സർവീസ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ പ്രോപ്പറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം ആകുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ നിങ്ങൾ വാഹനം പരമാവധി ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും വണ്ടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വാഹനത്തിൽ ബാറ്ററി മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അറിവ് പ്രയോജനം ചെയ്യും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. അതായത് നമ്മുടെ പുതിയ വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് ECU സെൻസർ സംവിധാനങ്ങളുള്ള വണ്ടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വണ്ടിയുടെ ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബാറ്ററി ഊരി വെച്ച് മറ്റൊരു വണ്ടിയുടെ ബാറ്ററി വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സെൻസർ അല്ലെങ്കിൽ ECUയിൽ ചെയ്ത പ്രോഗ്രാമിനൊക്കെ വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലെന്നല്ല, ഉറപ്പായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുന്നേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു പുതിയ വണ്ടിയുടെ ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും പോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് പുതിയൊരു ബാറ്ററി മേടിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അടുത്തൊരു ഷോറൂമില്ല, വാഹനം സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷോറൂമിലെല്ലാം വിളിച്ചു ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഏതാണോ ആ ബാറ്ററി എടുത്ത് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാറ്ററി എന്ന് പറയുന്നത് ആൾട്ടോ 800 ആയിരുന്നു. ആൾട്ടോ 800ൻ്റെ ബാറ്ററി എടുത്ത് ഈ വാഹനത്തിൽ വെച്ച് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഞാൻ ഊരിയെടുത്ത് ആൾട്ടോ 800ലേക്ക് എൻ്റെ വണ്ടിയിലേക്ക് വെച്ചു. എന്നിട്ട് ചാർജ് തീർന്ന പുതിയ വണ്ടിയുടെ ബാറ്ററി വീണ്ടും എടുത്ത് വെച്ച് ആ ടെർമിനലെല്ലാം മുറുക്കി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ ചാർജായി. എന്നാൽ ECU സെൻസർ പ്രോഗ്രാം ചെയ്തതിൽ വ്യത്യാസം വന്നു. പിന്നീട് ഷോറൂമിൽ കൊണ്ടുപോയി അത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പഴയ വണ്ടികളിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഇല്ല. സെൻസറോ ECU സംവിധാനങ്ങളുള്ള വണ്ടികളല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് മറ്റൊരു ബാറ്ററി ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.